ഗ്രാൻഡ് മാസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഒരു ഇല ചമ്മന്തിയാണ്. കുമ്പളത്തിൻ്റെ ഇല വെച്ചിട്ടുള്ള ഒരു ചമ്മന്തി. ഇലവർഗ്ഗങ്ങളിൽ നമ്മൾ സാധാരണ കുമ്പളത്തിൻ്റെ ഇല, മത്തൻ്റെ ഇല, പയറില ഇതൊക്കെ നല്ല പോഷക ഗുണങ്ങളുള്ളതാണ്. ഇതൊക്കെ വെച്ചിട്ട് ഇലക്കറികളൊക്കെ നമ്മൾ തോരനും ഇതൊക്കെ ചെയ്യാറുള്ളതാണല്ലോ. അപ്പം അതിൻ്റെ കൂടെ തന്നെ അതുപോലൊക്കെ തന്നെ ചെയ്യാവുന്ന ഒരു ചമ്മന്തി പോലെ അമ്മിക്കല്ലിൽ വെച്ചൊക്കെ ചതച്ചൊക്കെ എടുത്തിട്ട് തയ്യാറാക്കുന്ന ഒരു ചമ്മന്തിയാണ് കുമ്പളത്തിൻ്റെ ഇല വെച്ചിട്ട് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത്. ഈ ചമ്മന്തിയിലേക്കായിട്ട് ഞാനിവിടെ ഒരു 10-20 കുമ്പളത്തിൻ്റെ ഇല പറിച്ച് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ നല്ലോണം വലിയാൻ വേണ്ടിയിട്ട് ഒരു തോർത്ത്, ഒരു കോട്ടൺ തുണി എടുത്താൽ മതി. ഞാൻ ഇവിടെ ഒരു തോർത്താണ് എടുത്തേക്കണത്. ഉണങ്ങിയ തോർത്തിൽ നിരത്തി വെച്ച് വെള്ളമൊക്കെ ഇതിപ്പോൾ നന്നായിട്ട് വലിഞ്ഞ് പോയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് തേങ്ങയാണ്. ഇതൊരു അരമുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് ചുവന്നുള്ളി, കുറച്ച് കല്ലുപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പൊടിയുപ്പ് എടുത്താലും മതി. പിന്നെ എരിവിനായിട്ട് കാന്താരിമുളകാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും കാന്താരിമുളക് എടുത്തിട്ടുണ്ട്. അത് എരിവ് നോക്കിയിട്ട് മാത്രം നമ്മൾ ചെയ്താൽ മതി. ഒരുപാട് എരിവിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ വേണ്ടത് കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ്. ആദ്യം നമുക്ക് ഈ ഇലകളെയൊക്കെ ഒന്ന് പറക്കിയെടുത്ത് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. തോരൻ ഉണ്ടാക്കാനായിട്ട് അരിയണത് പോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഈ പാകത്തിൽ ഇത്രയും വലിപ്പത്തിൽ അരിഞ്ഞെടുത്താൽ മതി. ഇതിലും ചെറുതാക്കിയൊന്നും അരിയേണ്ട ആവശ്യമില്ല. ഇനി ഇതിനെ നമുക്ക് അമ്മിക്കല്ലിൽ വെച്ചൊന്ന് ഒതുക്കിയെടുക്കുന്നതാണ് ഇനി അടുത്തൊരു പ്രോസസ്സ്. ഉള്ളി, മുളകും ഉപ്പും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ ഈ ഉള്ളി കൂടെ ഇട്ട് കൊടുക്കാം. ഇത് അമ്മിക്കല്ലിൽ അല്ലെങ്കിൽ ചതകല്ലിലോ വെച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മിക്സിയിലിട്ടൊക്കെ ചതയ്ക്കാൻ പോയി കഴിഞ്ഞാൽ ഇല നന്നായിട്ട് അങ്ങോട്ട് അരഞ്ഞ പോലെയൊക്കെ ആയി വരും. അതുകൊണ്ട് ആവുന്നതും ചതകല്ലിലോ, അമ്മിയില്ലാത്തവർ ചതകല്ലിലോ അങ്ങനെയൊക്കെ ഇട്ട് ചതയ്ക്കാൻ നോക്കാം. ഇനി ഇത് രണ്ടും ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ഇത്രയും സാധനം ഉള്ളിയും കാന്താരിമുളക് തന്നെ വേണമെന്നില്ല, പച്ചമുളക് എടുത്താലും മതി. മുളകും ഉപ്പും തേങ്ങയും കൂടെ മിക്സിയിലിട്ടൊന്ന് ഒതുക്കിയെടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ചേക്കണ ഇലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി എടുത്താൽ മതി. ഇനി ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ ഈ ഇല കുറേശ്ശെയായിട്ട് ഇട്ട് ചതച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇലയൊക്കെ ആവശ്യത്തിന് ചതഞ്ഞ് പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ തോരൻ ഉണ്ടാക്കുന്നതിൽ നിന്ന് ഇത്തിരി ഒരു വ്യത്യസ്തമായിട്ട് നമുക്കിതിൽ ചെയ്യാനുള്ളത് വാഴയിലയിൽ വെച്ച് ഇതിനെ ഒന്ന് വാട്ടിയെടുക്കും. അടുപ്പത്ത് വെച്ച് ഒന്ന് വാട്ടിയെടുക്കണം. അതാണ് ഇതിനുള്ളൊരു പ്രത്യേകത.
നമ്മൾ സാധാരണ തോരൻ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അത് വെന്ത് കഴിയുമ്പോൾ ആ വാഴയിലയുടെ ഒരു മണവും എല്ലാം കൂടെ കിട്ടിക്കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. വീഡിയോ എടുക്കുന്നത് പുറമെയാണ്, അതുകൊണ്ട് ഈ ചമ്മന്തി ചുട്ടെടുക്കുന്നതും പുറമെ തന്നെ കാണിക്കാം. ഒരു ചട്ടി വെച്ച് അതൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഈ ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടാവണ സമയം കൊണ്ട് ഈ ചമ്മന്തിൻ്റെ മിക്സിനെ നമുക്ക് ഈ വാഴയിലയിൽ വെച്ചൊന്ന് പൊതിഞ്ഞെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് പൊതിഞ്ഞെടുക്കണം. വാഴയിലേനെ ഞാൻ നേരത്തെ വെട്ടി ഒന്ന് വെയിലത്ത് വെച്ച് വാട്ടിയെടുത്തതാണ്. ഇപ്പം നല്ല വെയിലുണ്ടല്ലോ, അപ്പോൾ വെയിലത്ത് വെച്ച് വാട്ടിയെടുത്തേക്കണതാണ്. ഈ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കാം. ഇതൊരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ട്. ഇതൊഴിച്ച് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനെ ഒരു പൊതിയാക്കി എടുക്കാം. നമ്മൾ സാധാരണ ചോറും പൊതിയൊക്കെ പൊതിയണ പോലെ തന്നെ പൊതിഞ്ഞ് എടുത്താൽ മതി. വാഴയിലയിൽ ചോറും പൊതി തയ്യാറാക്കുമല്ലോ, ആ രീതിയിൽ തന്നെ ചെയ്യാം. ഇതിനെ എന്നിട്ട് നമുക്കൊരു എന്തെങ്കിലും ഒരു നാര് വെച്ചിട്ട് കെട്ടി വയ്ക്കാം. ഇത് ഞാൻ ഇല വെട്ടി കഴിഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു വാഴയുടെ നാരും കൂടെ മുറിച്ചെടുത്തതാണ്. ഇത് വെച്ച് ഒന്ന് കെട്ടി വയ്ക്കാം. ഇല്ലെങ്കിൽ ഇതും കുറച്ച് സമയം ഒന്ന് ചൂടായി കഴിയുമ്പോൾ തന്നെ ഒന്ന് മറച്ച് ഇടണം. അപ്പോൾ പോവരുതല്ലോ. ഇതൊരു 2-3 മിനിറ്റ് മതിയാവും ഇത് വെന്ത് വരാനായിട്ട്. നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതങ്ങ് വെച്ചു കൊടുക്കുക. പാത്രം വെച്ചൊന്ന് മൂടി വെച്ചേക്കുക. ഇപ്പം ഞാൻ വിറകിൽ ചെയ്തു എന്നുള്ളൂ. ഇവിടെ പുറമെ ചെയ്തതുകൊണ്ട് ഇങ്ങനെ ചെയ്തതാണ്. ഇത് ഗ്യാസിൽ ചെയ്യുന്നവർക്ക് ഒരു ഫ്രൈ പാനിൽ ഈ ചമ്മന്തി പുതിന അങ്ങനെ തന്നെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് കൊണ്ട് നമുക്കിത് തയ്യാറായി കിട്ടും. വിറകിൽ വെക്കുമ്പോൾ അധികം തീ കത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ചമ്മന്തി പൊടി ഒന്ന് മറിച്ചിടേണ്ട സമയമായിട്ടുണ്ട്. ഞാൻ വശം കൂടെ ഒന്ന് ചൂടായി വന്നാൽ മതി. ഇല ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേവും. ഒന്നുകൂടെ മൂടി വെച്ചേക്കാം. നമ്മുടെ ചമ്മന്തി ഇപ്പം റെഡി ആയിട്ടുണ്ടാവും. ഈ വശവും നന്നായിട്ട് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് എടുക്കാം. നമ്മുടെ ചമ്മന്തി പൊതി ഒന്ന് കെട്ടഴിച്ച് നോക്കാം. ഇത് എങ്ങനെ ഇരിക്കണേന്നൊന്ന് നോക്കാലോ. നല്ല മണമൊക്കെ വരുന്നുണ്ട്. കുമ്പളത്തിൻ്റെ ഇലയുടെയും വെളിച്ചെണ്ണയുടെയും ഒക്കെ നല്ല മണം വരുന്നുണ്ട്. ഇതാണ് ഈ കുമ്പളത്തിൻ്റെ ഇല ചമ്മന്തിയുടെ പാകം. അപ്പോൾ ഈ ഇല ചമ്മന്തി ഒന്ന് കഴിച്ചു നോക്കാം. ഇതിൽ നന്നായിട്ട് ഉള്ളിയും കാന്താരി മുളകും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ആ കാന്താരി മുളക് മുഴുവനും ഇട്ടായിരുന്നു. ഒന്ന് കഴിച്ചു നോക്കട്ടെ എരിവൊക്കെ എങ്ങനെയാന്ന്. എന്തായാലും എരിവും ഉപ്പും എല്ലാം നല്ല പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുമ്പളത്തിൻ്റെ ഇല ഈ സമയത്തൊക്കെയാണ് കുമ്പളത്തിൻ്റെ ഇലയൊക്കെ കൂടുതൽ കിട്ടുന്നത്. മഴക്കാലത്തൊക്കെയാണല്ലോ കുമ്പളം പറമ്പിലൊക്കെ മുളച്ചു വരുന്നത്. ഞാനിവിടെ നട്ടേക്കണ കുമ്പളമൊന്നുമല്ല, എപ്പോഴെങ്കിലും കറിക്ക് മേടിച്ചേക്കണ കുമ്പളത്തിൻ്റെ വിത്ത് പറമ്പിലൊക്കെ കിടന്ന് മുളച്ചു വന്നേക്കണത് കുമ്പളമാണ്. അതിൻ്റെ ഇല വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്തേക്കണത്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കുമ്പളത്തിൻ്റെ ഇല ചമ്മന്തി ഇവിടെ റെഡിയായി കഴിഞ്ഞു.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.